വാ മോളെ, ഇരിക്കൂ, ഊണ് കഴിക്കൂ. പോടി, ആർക്ക് വേണം നിന്റെ ഊണ്? ആർക്ക് വേണ്ടിയാണ് നീ ദിവസവും വിരുന്നൊരുക്കുന്നത്? വിരുന്ന് നശിക്കട്ടെ, നശിക്കട്ടെ, എല്ലാവരും നശിപ്പിക്കും. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ, എല്ലാത്തിനും എല്ലാം. എന്താടി നോക്കി നിൽക്കുന്നത്? പോടി, ഒരൊറ്റ എണ്ണത്തിനെ അതിനകത്ത് കണ്ടുപോകരുത്. എല്ലാം ഞാൻ നശിപ്പിക്കും. ഈ ബംഗ്ലാവിനെ തീ വയ്ക്കും. മോളെ, കരയാതെ മോളെ, എഴുന്നേൽക്കൂ. ജെയിംസ് എന്നെ ചതിച്ചു ഡാഡി. അയാൾ എന്തിനാ വേറെ പോവാൻ കഴിച്ചത്? എനിക്കറിഞ്ഞൂടാ. കള്ളം. ഡാഡിക്കറിയാം, ജെയിംസിനും അറിയാം. ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. ഡാഡിയെങ്കിലും പറയൂ, ജെയിംസ് എന്തിനാ എന്നെ ഉപേക്ഷിച്ചത്? നിനക്കതറിയാം? ഇല്ല, എനിക്കറിയില്ല. നിനക്ക് അച്ഛനില്ല, അമ്മയില്ല. നീ എന്റെ വളർത്തുമകളാണ്. എവിടെയോ ആർക്കോ ജനിച്ചൊരു പെൺകുട്ടി. മോളെ, ഒരു പെണ്ണിനേക്കാൾ വലുതാണ് തറവാടിന്റെ മേന്മ. ഞാൻ ആർക്കോ എവിടെയോ ജനിച്ച കുഞ്ഞല്ലേ. പിന്നെന്തിന് ഞാനിവിടെ നിൽക്കണം? ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. മോളെ, നീ എങ്ങും പോകരുത്. ഞാൻ എടുത്തു വളർത്തിയതാണെങ്കിലും നീ എന്റെ മോളായിപ്പോയി. ഞാൻ മരിക്കുന്നതുവരെ നീ എന്റെ അടുത്ത് വേണം. ഞാൻ എല്ലാം അറിഞ്ഞു. ജെയിംസ് നിന്നോട് ചെയ്തത് തെറ്റാണ്. നിന്നെ എനിക്കിഷ്ടമാണ്. നിന്റെ പരുക്കൻ സ്വഭാവം, വായാടുത്തും എല്ലാം എനിക്കിഷ്ടമാണ്. നിനക്കറിയാമല്ലോ, ഞാനും പരുക്കനാണ്. നമ്മൾ തമ്മിൽ എളുപ്പം പൊരുത്തപ്പെടാൻ കഴിയും. നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് ജെയിംസിനെ തിരഞ്ഞെടുത്തത്. അവിടെ എനിക്ക് തെറ്റുപറ്റി. അയാൾ എന്നെ വഞ്ചിച്ചു. ഇനി എനിക്ക് വേണ്ടി ഞാൻ ഒരുത്തനെ തിരഞ്ഞെടുക്കില്ല. വേണു എന്റെ ഡാഡിയുമായി ആലോചിക്കൂ. വേണു, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഒരു വിരോധവുമില്ല. അവളെ ആരെയെങ്കിലും ഏൽപ്പിക്കാനുള്ള സമയം വൈകിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എത്രയും വേഗം നടക്കുന്നോ അത്രയും നല്ലത്.
നമ്മൾ അവസാന തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്റെ മോളെയും ഞാൻ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. അവൾ ഈ തറവാടിന്റെ അവകാശിയാണ്. എന്റെ മോളെ വിവാഹം കഴിക്കുന്ന ആളെ ഞാൻ മോനെ എന്നാ വിളിക്കേണ്ടത്. ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ അങ്ങനെ വിളിക്കാൻ എനിക്ക് വിഷമമുണ്ട്. എന്താ മിസ്റ്റർ വേണു, വിരോധമുണ്ടോ? ഒരു വിരോധവുമില്ല. എല്ലാ മതങ്ങളെയും ഞാൻ ഒരുപോലെ കാണുന്നത്. ഷർലി, ഷർലി. എന്താ മിസ്റ്റർ വേണു? ഞാനിപ്പോ വേണുവല്ല, മൈക്കിളാണ്. ഓഹോ. ഞാനൊരു പുതിയ ജീവിയെ കാണുകയാണ്. തമാശ നിർത്തൂ. ഡാഡി എവിടെ? എന്തിനാ? നമ്മുടെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കാൻ. വിവാഹമോ? അതും നമ്മുടെ വിവാഹം. എനിക്കൊരു ക്രിസ്ത്യാനി ഭർത്താവ്. അങ്ങനെ വേണമെന്നാണ് നിന്റെ ഡാഡി ആഗ്രഹിച്ചത്. എങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ ആവശ്യമില്ല. ഷർലി, നിനക്ക് വേണ്ടിയാണ് ഞാൻ മതം മാറിയത്, ക്രിസ്ത്യാനിയായത്. ആഹാ, ഇതൊരു വലിയ ത്യാഗമായിട്ട് ഞാൻ കണക്കാക്കണമല്ലേ? ജെയിംസ് എന്നെ വഞ്ചിച്ചു. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വഞ്ചിച്ചത്. നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ജെയിംസ്. നിങ്ങൾ എന്നെ കണ്ടുമുട്ടിയത് ഇന്നലെയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ ജനിച്ചു വളർന്ന സമുദായത്തെ ഉപേക്ഷിച്ചു, അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു. നാളെ മറ്റെന്തിനെങ്കിലും വേണ്ടി എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ക്രിസ്ത്യാനിയാകണമെന്ന് എന്റെ ഡാഡി ആവശ്യപ്പെട്ടപ്പോ സാധ്യമല്ലെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരുമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുമായിരുന്നു. ഷർലി, നോ നോ മോർ ടോക്സ്. യു ക്യാൻ ഗോ. എടാ വർക്കി, നീ പട്ടാപ്പകല് നിലാവിച്ചോ നോക്കാണോ? അല്ലടാ, നീ കണ്ടില്ലേ ആകാശത്തൂടെ ഒച്ച വെച്ച് പാട്ടും പാടി പറന്നു പോയത് ഒരു ഫ്ലെയിം. അതങ്ങ് പോട്ടടാ. ആകാശത്തൂടെ അല്ലാതെ പിന്നെ റെയിലേ കൂടെ ആണോ പ്ലെയിൻ പോകുന്നത്? എനിക്കൊരാശ ഒത്തിരി നാളെ തുടങ്ങി. ഓ, ഒട്ടക്കത്തെ ആശയാ. പൈസ കാലത്ത് വേണ്ടാത്തോ തോന്നല്ലേ? വല്ലോന്നെ കയ്യെപ്പറ്റി പോവും. അതല്ലടാ വാസു, ഞാൻ ചെറുപ്പത്തിലേ തെണ്ടിയത് ബസ്സിലാണ്. എന്റെ അപ്പനും ബസ്സിലായിരുന്നു. അവിടുന്ന് എനിക്ക് ഈ പ്രമോഷൻ കിട്ടി റെയിൽവേയിലേക്ക്. എനിക്കൊരാശ പ്ലെയിന് കയറിയിട്ടൊന്ന് തണ്ടണം. വാസു, ഈ പ്ലെയിൻ എവിടെയാ നിർത്തുന്നത്? എവിടെയാ നിർത്തുന്നത്? ആ, പണ്ട്
കൊച്ചിയിലും തിരുവനന്തപുരത്തും മാത്രമേ നിർത്തുള്ളായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും നിർത്തും. പാല, കോട്ടയം, ഭരണങ്ങാനം, മൂവാറ്റുപുഴ, ചങ്ങനാശ്ശേരി, ആലുവ എല്ലായിടത്തും നിർത്തും. എന്ന് ഞാൻ അതുവഴി ഒന്ന് പോകും. എന്നിട്ട് ട്രെയിനിൽ കയറി ഒരു തെണ്ടല് തെണ്ടും. ഇവിടെ 10-15 പൈസയല്ലേ ഇവന്മാര് തരുന്നത്, അല്ലേ തെണ്ടികള്. എന്നാ ഈ പ്ലെയിനില് മതാന്മാരും സായിപ്മാരും വലിയ മുതലാളിമാരും ആയിരിക്കുമല്ലോ, അവന്മാര് 10-15 തരുമായിരിക്കും. ആ താൻ പ്ലെയിനിൽ കയറി തെണ്ട. ഇത് തീവണ്ടി പോലെ സ്റ്റേഷൻ തോറും നിർത്തുകയല്ല. ഇവിടെ നമ്മോട്ട് പൊങ്ങിയാ പിന്നെ അമേരിക്കയിലോ ദുബായിലോ കൊണ്ടി നിർത്തൂ. പിന്നെ താൻ എങ്ങനെ ഇറങ്ങും? കേറാൻ കഴിഞ്ഞാ ഇറങ്ങാൻ എനിക്കറിയാം. ഞാൻ ഡ്രൈവറിന്റെ കയ്യും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ഞാൻ ഇറങ്ങും. ഞാൻ പോട്ടെ. വീടിക്കുറ്റി നീ നോക്കിക്കേ വാസു, രാവിലെ ഒരു എന്റെ വടം തീവണ്ടി കഴിഞ്ഞ് ഓഫീസിന്റെ മോൾ കൂടെ പറന്ന് ഞാൻ തൊട്ടു. അമ്പട മോനെ, പ്ലെയിൻ ഉണ്ടെങ്കിൽ ഞാൻ കയറും. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അതൊക്കെ പറ. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ ആര് കേൾക്കണ്ട. നമ്മൾ തമ്മിൽ പറയുന്ന കാര്യം നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. തെറ്റാണെങ്കിൽ ശാന്തമ്മ ക്ഷമിച്ചേക്ക്. അച്ഛനോട് തൊട്ട് പറയും വേണ്ട. എന്താ വർക്ക് ചേട്ടാ? പതുക്കെ. ശാന്തമ്മയാണ് കെട്ടിയോ മരിച്ചു നിൽക്കുക. ജീവിക്കാനാണ് ഒന്നുമില്ല. എനിക്കാണ് നല്ല ബിസിനസ് ഉണ്ട്, തെണ്ടല്. അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും. നീ ഒന്ന് മനസ്സ് വെച്ചാ. വർക്ക് ചേട്ടൻ കാര്യം പറ. പറയട്ടെ. ഞാൻ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നാലേ ഒരിത്തിരി വെള്ളം ചൂടാക്കി തരാനോ കയ്യോ കാലോ പിടിക്കാനോ ഒരാളും എനിക്കില്ല. കണ്ടമാനം പണം ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ശാന്തമ്മ വീട്ടിലുണ്ടായ ഇത്തിരി വെള്ളം ചൂടായി തല കയ്യും കാലും പിടിക്കാനൊക്കെ എനിക്കൊരാളായി. പൊയ്ക്കേ, മേലാൽ ഇതും പറഞ്ഞിട്ട് ഇവിടെ വരരുത്. വാ മോനെ. അട്ടേ പിടിച്ച് മെത്തേ കിടത്തേ കിടക്കും. തെണ്ടേണ്ട തെണ്ട് തന്നെ. ജീവിക്കാനൊരു മാർഗം കാണിച്ചു കൊടുക്കാന്ന് വെച്ചാ അത് വേണ്ട. എങ്ങനെയും ജീവിച്ചോ. പെണ്ണുങ്ങൾ 100 എണ്ണം എന്റെ പുറകെ നടക്കുന്നുണ്ട്. എനിക്ക് ആവശ്യമില്ല. അച്ചോ, അച്ചോ, മോളെ, നീ എവിടെ പോയിരുന്നു?
വെറുതെ ഈ കായൽ തീരത്തൊക്കെ അലഞ്ഞു നടന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിനക്കെന്തോ വലിയ മാറ്റമുണ്ട്. ഞാനിങ്ങനെ മാറിയിട്ട് എത്രയോ വർഷമായി ഡാഡി. മോളെ, ഒരു കൂട്ടിന് വേണ്ടിയെങ്കിലും ഒരു വിവാഹം കഴിച്ചൂടെ? വേണ്ടെന്നായിരിക്കും നിന്റെ ഉത്തരം. ഒന്നാലോചിക്കൂ. അത് വേണമെന്ന് എനിക്കും തോന്നി തുടങ്ങി. ഡാഡി വേണുവിനെ അറിയില്ലേ? എനിക്ക് വേണ്ടി ക്രിസ്ത്യാനിയായ ആ മനുഷ്യൻ. കഴിഞ്ഞ ദിവസം ഞാൻ ആ മനുഷ്യനെ കണ്ടു, ഒരു പാതിരിയുടെ വേഷത്തിൽ. ഞാനപ്പോ നല്ലപോലെ കുടിച്ചിരുന്നു. അയാളോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ എന്റെ മനസ്സ് അയാളെ അന്വേഷിച്ചു തുടങ്ങി. യെസ്, കം ഇൻ.